ബുദ്ധിമുട്ട് തന്നെ. കേട്ടോ, നമ്മൾ എന്തെല്ലാം ജോലിക്ക് പോണവരെ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കറണ്ട് വേണം. കറണ്ട് വേണം, അത്യാവശ്യം തന്നെ. സ്കൂളിലെ പിള്ളേരൊക്കെ പഠിക്കണ കുട്ടികൾക്ക് കറണ്ട് വേണ്ടേ? സുഖമില്ലാത്ത ആൾക്കാരുണ്ട് നമ്മളവിടെ. അയ്യോ പാവം, വെളിയിലൊക്കെ ഇറങ്ങി നിന്നാലും പറ്റില്ല. കറണ്ടില്ലാതെ എങ്ങനെ ബുദ്ധിമുട്ട്. ചൂടത്ത് കിടക്കാം, ഇത്രയല്ലേ ഉള്ളൂ. ഒന്നാതെ ചൂട്, പാമ്പിറങ്ങണ സമയമാണ്. അപ്പൊ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ്. കിടക്കുന്ന സമയത്തൊക്കെ, ജോലിയും കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെയാണ് പവർ കട്ട് വരുന്നത്. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. മലയോര മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ അത് പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ്. പാമ്പിന്റെ ശല്യം, ഇപ്പോൾ ഒരു കുട്ടി മരിച്ചതും പ്രശ്നം തന്നെയാണ്. പവർ കട്ട് ബുദ്ധിമുട്ട് തന്നെ എല്ലാവർക്കും. സംശയമുണ്ടോ? കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. വീട്ടിനകത്തിരിക്കാൻ പറ്റില്ല. പവർ കട്ട് ആർക്കാ വേണമെന്നുള്ളത് ആർക്കും വേണമെന്നില്ല. ഒരു മനുഷ്യനും പവർ കട്ട് വേണമെന്നുള്ളതില്ല. പവർ കട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാനോ ഒന്നിനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ വിചാരത്ത് ഒഴിവാനും കിടക്കണം. പിന്നെ പവർ കട്ട് വന്നാൽ നല്ലതാണ്. അല്ല, കൊച്ചു പിള്ളേരൊന്നും ഉറങ്ങൂല ആ സമയത്ത്. നമ്മൾ പിന്നെ ഈ വീസറേ കിടന്ന് വീശാണ് ഇരിക്കുന്നത്. പാമ്പിന്റെ ശല്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റൂല. കുട്ടികൾക്കുള്ള വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രക്ഷയില്ല. നമ്മൾ എണീറ്റിരുന്ന് വീശണം, അത്രേ ഉള്ളൂ. സാധാരണ രീതിയിൽ കിടക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഈ ചൂടത്ത് പവർ കട്ടും കൂടെ. കേരളം ഈ കണക്കിന് പവർ കട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം അവസ്ഥയാണ്. കാരണം വയസ്സായ ആൾക്കാർക്കും ചെറിയ മക്കൾക്കും ഞങ്ങൾക്കും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പകലും വണ്ടി ഓടിയിട്ട് ഞങ്ങൾക്കൊന്നും കാര്യമില്ല. പറഞ്ഞ പോലെ വൈകുന്നേരം വരെ ഒന്നും ഞങ്ങൾക്കൊരു കാര്യമില്ല. രാത്രിയും സ്വരമില്ല, പകലും സ്വരമില്ല. എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പവർ കട്ടും കൂടെ ആയാൽ പിന്നെ പറയാനില്ല, ഒന്നും പറയാനില്ല. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് ഇത്രയും ചൂട് അനുഭവപ്പെടുമ്പോൾ ഈ പവർ കട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വെയിലത്ത് പൊരിവെയിലത്ത് ജോലിയെടുത്ത് ആൾക്കാരെ അത്യാവശ്യം വീട്ടിൽ പോയിട്ട് ഒന്ന് ഉറങ്ങുന്ന സമയത്ത് പവർ കട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ക്രൂരമായ ഒരു പണിഷ്മെൻ്റാണ്. അല്ലെങ്കിൽ തന്നെ ഒരു 2 ആഴ്ചയായിട്ട് പവർ കട്ടുണ്ട്. രാത്രി 11 മണിക്ക് കറണ്ട് പോകും. 15 മിനിറ്റ്, ചിലപ്പോൾ ഒരു അരമണിക്കൂർ വളരെയധികം ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ തന്നെ നിൽക്കാനും പറ്റുന്നില്ല, ചൂടുകൊണ്ട്. സോ ഇറ്റ്സ് എ ഹെവി പണിഷ്മെൻ്റ് ഓൺ ദ പബ്ലിക്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. എന്നാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. പവർ കട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്തല്ലേ മതിയാവും. സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവർക്ക് ഇൻവേർട്ടറും ഒക്കെ യൂസ് ചെയ്യും സാധാരണക്കാർ. അപ്പോൾ അതിന് വല്ല ഇൻവേർട്ടർ വല്ല സബ്സിഡിയിൽ ഗവൺമെൻറ് എല്ലാവർക്കും സാധാരണക്കാർക്ക് കൊടുക്കണം. ഇതിനെ കുറിച്ചിട്ടല്ലേ? അല്ല, പവർ കട്ട് പണ്ട് നമ്മൾ കുറേ അനുഭവിച്ചല്ലേ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇല്ലല്ലോ. അപ്പോൾ അത് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. ഇത്രയും കാലം ഇല്ലാണ്ട് പെട്ടെന്ന് വരണമെങ്കിൽ അതിൻ്റെതായ തക്കതായ കാരണങ്ങളുണ്ടാവും. പവർ കട്ട് ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? മുറ്റത്തെ ചെയർ കൂട്ടുകാരും കൊണ്ടായിരിക്കുക. പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂട് കാലം ഇത്തിരി പച്ചവെള്ളം മുക്കി മേലെ ഒഴിക്കുക, കൊണ്ടാട് വെളിയുമ്പോൾ ഇരിക്കുക. അതിനെ പണി വേറെ. ഇപ്പം അതേ നടക്കില്ല, നടന്നുകൊണ്ട് വരുന്നത് അതന്നെ.